ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണല്ലോ വൈബ് എന്നുള്ളത്. വൈബ് അച്ഛന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ദിവസവും കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് പറയുകയാണെങ്കിൽ അഭിഭാഷക വൃത്തിയിൽ വൈബ് കണ്ടെത്തിയ ഒരു അച്ഛനും മകനുമുണ്ട്. അങ്ങനെ മലയാളികൾക്ക് പ്രത്യേക മുഖവരെയൊന്നും ആവശ്യമില്ലാത്ത അഡ്വക്കേറ്റ് കെ രാംകുമാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് രാംപ്രസാദ് ഉണ്ണി എന്നിവരാണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ഈ ഫാദേഴ്സ് ഡേയിൽ ചേരുന്നത്. അപ്പോൾ ഈ ജോലിക്ക് പുറമെ എന്താണ്, യാത്രകളോടാണോ വൈബ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ വായനയോടാണോ അങ്ങ് വൈബ് കണ്ടെത്തുന്നത്? ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊഴിച്ച് മിക്കവാറും രാജ്യങ്ങളിൽ പല സന്ദർഭങ്ങളിലായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ കുറേ ടെൻഷൻസും അനുഭവങ്ങളും ഒക്കെ കണ്ടു വളർന്ന ആളാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും ഒരു അഭിഭാഷകനാകണം എന്ന് തീരുമാനിച്ചത്? അതിൽ പറയുകയാണെങ്കിൽ അച്ഛൻ ഒരു സംശയവുമില്ല ഒരു ഇൻസ്പിറേഷനാണ്. അച്ഛൻ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ പ്രൊഫഷനിൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അടിയന്തരാവസ്ഥ കാലത്തെ സാറിൻ്റെ ഇടപെടലൊക്കെ ഞാനൊക്കെ കുറേ പഠിക്കുന്ന കാലഘട്ടത്ത് കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ അച്ഛൻ പങ്കുവച്ചിട്ടുണ്ടാവുമല്ലോ. എമർജൻസി എന്നുള്ളത് 75 നടന്നതാണല്ലോ. അതിനെ ചുറ്റിപ്പറ്റി അത് കഴിഞ്ഞും ഉണ്ടായ സംഭവങ്ങളെല്ലാം കൂടുതലും മനസ്സിലാക്കിയത് കുറേ കാലം കഴിഞ്ഞാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഹൈക്കോടതിയിലൊരു ഹേബിയസ് കോർപ്പസ് ഹർജി, അതാണല്ലോ രാജ്യം കേസായി പിന്നീട് ലോകം മുഴുവൻ അറിഞ്ഞത്. അതിൻ്റെ ഹിയറിംഗ് കേൾക്കാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവർ, എൻ്റെ കസിൻ ചേച്ചി വളരെ ചെറുപ്പമുള്ള പ്രായത്തിൽ പോലും ഇതിനെപ്പറ്റി കേട്ട് എന്തൊക്കെയോ ആവേശകരമായി വീട്ടിൽ വന്ന് പറയുമായിരുന്നു. എൻ്റെ അച്ഛൻ അത് ചെയ്തു, അത് തകർത്ത് വാദിച്ചു എന്ന് പറയുമ്പോഴും എനിക്കതിൻ്റെ സീരിയസ്നെസ് അന്നും മനസ്സിലായില്ല. എന്തോ കാര്യമായി ചെയ്യുന്നു. പിന്നീടാണ് അത് ഇത്ര വലിയ സീരിയസ് ആയൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആയിരുന്നു, നമ്മുടെ സർക്കാർ ആയി നടപ്പിലാക്കിയൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പോഴും ആ ഫൈറ്റ് അച്ഛനും ഞാനും തുടരുന്നു. അച്ഛൻ ഏതെങ്കിലും സന്ദർഭത്തിൽ അഭിനന്ദിച്ചിട്ടുള്ള സന്ദർഭം ഏതാണ്? അച്ഛൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ നേരിട്ട് പറയില്ല, കൺഗ്രാജുലേഷൻസ് എന്നോ അങ്ങനൊരു രീതിയേ ഇല്ല. പക്ഷേ അമ്മയോടോ വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നു അത് നന്നായി ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാറുള്ളത്. ഏതായാലും പരസ്പരം വിമർശിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും പരസ്പരം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും ഒരേ പ്രൊഫഷനിലുള്ള അച്ഛനും മകനും, അതുതന്നെയാണ് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന ഈ ഫാദേഴ്സ് ഡേയിലെ ഇന്നത്തെ കാഴ്ച. ക്യാമറമാൻ അനീഷ് തോറ്റക്കാടിനൊപ്പം സ്നേഹമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.